തിരുവനന്തപുരം ആര്യനാട് നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഭർതൃ വീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. തോളൂർ സ്വദേശി അപർണയാണ് കൊല്ലപ്പെട്ടത്. 24 വയസ്സുകാരിയാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിടപ്പുമുറിയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. രാത്രി 9:30യോടെയാണ് മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. മുറി അടച്ചിരിക്കുകയായിരുന്നു. ഇത് കണ്ട് വീട്ടിലുള്ളവർക്ക് സംശയം തോന്നി. തുടർന്ന് ഇവർ ഭർതൃ വീട്ടുകാർ ഫോൺ വിളിച്ചു, പക്ഷേ ഫോൺ എടുത്തില്ല. ഇതേ തുടർന്ന് വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കടന്നപ്പോഴാണ് അപർണയെ മരിച്ച നിലയിൽ കണ്ടത്. 1 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത്. അപർണയുടെ ഭർത്താവ് വിദേശത്ത് സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. എന്താണ് മരണകാരണം എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു വിവരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ആര്യനാട് ഇൻസ്പെക്ടർ VS അജീഷ് വ്യക്തമാക്കി. കുരിയാത്തി സ്വദേശിനിയാണ് മരിച്ച കുട്ടി. എന്തായാലും നടക്കുന്ന ഒരു വാർത്തയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റു ചില വാർത്തകൾ കൂടി ഒറ്റനോട്ടത്തിൽ നോക്കാം. നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് ഇടുക്കി പീരുമേട്ടിലെ സംഭവം. അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ. ഇടുക്കി പീരുമേട്ടിലെ വനവാസി സ്ത്രീയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. സീത 54 വയസ്സുകാരിയാണ് മരിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഭാര്യ മരിച്ചു എന്നായിരുന്നു ഭർത്താവ് ബിനു ചുറ്റുമുള്ളവരോട് പറഞ്ഞത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതല്ല, മറിച്ചൊരു കൊലപാതകമാണ് എന്ന കാര്യത്തിലേക്ക് എത്തി. ആ ഒരു സത്യത്തിലേക്ക് എത്തി. പിന്നാലെ ബിനുവിനെ, അതായത് ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. കഴിഞ്ഞ ഉച്ചയ്ക്കാണ് സീതയുടെ മൃതദേഹവുമായി ഭർത്താവും 2 മക്കളും പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ വന്നത്. വനവിഭവം ശേഖരിക്കാൻ പോയ സമയം കാട്ടിനുള്ളിൽ വെച്ച് ആന ആക്രമിച്ചു എന്നായിരുന്നു ഇവർ വനവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. പക്ഷേ പ്രാഥമികമായ പരിശോധനയിൽ കാട്ടാന ആക്രമിച്ചതിന് ലക്ഷണങ്ങളൊന്നുമില്ലായിരുന്നു. ഇതിനെ തുടർന്ന് ഡോക്ടർമാർക്കും വനം വകുപ്പ് അധികൃതർക്കും വലിയ രീതിയിലുള്ള സംശയങ്ങൾ തോന്നി. മാത്രമല്ല സീതയുടെ ശരീരത്തിൽ കണ്ട ചില പാടുകൾ അത് വലിയ രീതിയിലുള്ള സംശയത്തിലേക്ക് നയിച്ചിരുന്നു. സീതയുടെ ശരീരത്തിൽ മൽപ്പിടുത്തം നടന്നതിൻ്റെ പാടുകളാണ് കണ്ടത്. മാത്രമല്ല ഈ സീതയുടെ കഴുത്തിൽ ശക്തിയായി അമർത്തി ശ്വാസം മുട്ടിച്ചതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. എന്നാൽ ഭർത്താവ് ബിനു പറഞ്ഞതാകട്ടെ തന്നെയും കാട്ടാൻ ആക്രമിക്കാൻ ശ്രമിച്ചു, തൻ്റെ ഭാര്യയെ ആക്രമിച്ചു, തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആ ഒരു കാര്യമാണ് ബിനു പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും വരുത്തി തീർക്കാൻ, അതായത് കാട്ടാൻ ആക്രമണത്തിൽ തൻ്റെ ഭാര്യ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ ബിനു ചമച്ച കള്ളക്കഥയാണോ ഇത് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. കൊമ്പനാനയാണ് സീതയെയും തന്നെയും ആക്രമിച്ചതെന്നായിരുന്നു ബിനു മാധ്യമങ്ങളോട് നേരത്തെ പ്രതികരിച്ചത്. മാത്രമല്ല അത് തട്ടിയെറിയുകയാണ് ചെയ്തതെന്നും ബിനു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കുടുംബമാണ് ആദ്യം മുന്നോട്ട് പോയത്. പോകുന്ന വഴിക്ക് ആന ഇറങ്ങി വന്നു, സീതയെ തട്ടിയെറിഞ്ഞു. ഒരാനയാണ് ഉണ്ടായിരുന്നത്, വേറെ ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല. ഒരു കൊമ്പൻ ആനയാണ് അവിടെ പമ്മി നിന്നത്. താനും ഭാര്യയും 2 കുട്ടികളുമാണ് വനത്തിലേക്ക് പോയത്. അവർക്ക് പരിക്കുകളൊന്നുമില്ല. അവർ ആനയെ കണ്ടത് മാത്രമേ ഉള്ളൂ. ആന എന്നെയും തട്ടിയെറിഞ്ഞു. തനിക്ക് ചെറിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നും ബിനു വ്യക്തമാക്കിയിരുന്നു. പക്ഷെ ഇതെല്ലാം ഒരു നാടകമായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സീതയുടെ ശരീരത്തിൽ കണ്ടെത്തിയ പരുക്കുകൾ, മാത്രമല്ല അമർത്തിയ പാടുകൾ, ഇതെല്ലാമാണ് അന്വേഷണ സംഘത്തിന് ഇതൊരു മറ്റെന്തെങ്കിലുമാണോ, കാട്ടാനയുടെ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടതാണോ, മറ്റെന്തെങ്കിലുമാണോ എന്ന തരത്തിലേക്ക് സംശയങ്ങളിലേക്ക് നയിച്ചത്. എന്തായാലും ബിനുവിൻ്റെ ശരീരത്തിൽ യാതൊരുവിധ പരുക്കുകളും ഉണ്ടായിരുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയം. ഇതും സംശയത്തിൻ്റെ ആക്കം കൂട്ടുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി കിട്ടിയതോടെ കൊലപാതകം സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തായാലും ഇടുക്കി പേരുമേട് സംഭവിച്ചത് എന്താണ് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. കാരണം ബിനു ഇപ്പോഴും പറയുന്നത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്, താൻ അല്ല കൊലപ്പെടുത്തിയത്, കാട്ടാന തന്നെയാണ് കൊന്നത് എന്നതടക്കമുള്ള ആ ഒരു മൊഴിയിൽ ആവർത്തിക്കുകയും ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയുമാണ് ബിനു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ പോലീസ് ഈ ഒരു വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തും എന്ന് തന്നെയാണ് അറിയുവാൻ സാധിക്കുന്നത്. എന്തായാലും കാട്ടാനയുടെ ആക്രമണത്തിലല്ല ഈ സീത കൊല്ലപ്പെട്ടത്. അപ്പോൾ എന്തുകൊണ്ട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ബിനു കള്ളം പറഞ്ഞു? അതൊരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്താണ് വനത്തിനുള്ളിൽ സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളൊരു വിശദീകരണം വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. മുംബൈയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. വിവാഹം കഴിഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ 54-കാരനായ ഭർത്താവിനെ കൊലപ്പെടുത്തി 27-കാരിയായ യുവതി.
മുംബൈയിലെ സാംഗ്ലിയിലാണ് ഈ അതിക്രൂര കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. രാധിക ബാലകൃഷ്ണ ഇംഗിൾ എന്ന യുവതിയാണ് ഭർത്താവ് അനിൽ തനാജി ലോഗാണ്ടെ എന്നയാളെ കോടാലി കൊണ്ട് തലയ്ക്കടിച്ച് കൊന്നത്. ഭർത്താവുമായി ലൈംഗിക ബന്ധം പുലർത്താൻ താല്പര്യമില്ല, തൻ്റെ അഭിപ്രായം മാനിക്കുന്നില്ല, ഈ കാരണങ്ങൾ കൊണ്ടാണ് താൻ ഭർത്താവിനെ കൊലപ്പെടുത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് യുവതി മൊഴിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കൊലപാതകം ചെയ്ത ശേഷം യുവതി തന്നെയാണ് വിവരം ബന്ധുക്കളെ വിളിച്ചറിയിച്ചത്. സംഭവത്തിൽ പോലീസ് യുവതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തു. അനിലിന്റെ ആദ്യ ഭാര്യ ക്യാൻസർ ബാധിച്ചാണ് മരിച്ചത്. ഈ ബന്ധത്തിൽ 2 പെൺമക്കളാണ് അനിലിനുള്ളത്. അനിൽ അസുഖബാധിതനായി. ഇതോടെ പുനർവിവാഹം കഴിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. മെയ് 17-നായിരുന്നു സതാര ജില്ലയിലെ വാടി ഗ്രാമത്തിൽ നിന്നുള്ള രാധികയുമായുള്ള വിവാഹം നടന്നത്. ലൈംഗിക ബന്ധത്തിന് ഭർത്താവ് നിരന്തരം നിർബന്ധിച്ചിരുന്നു. സമ്മർദ്ദം സഹിക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ കടുങ്കൈ ചെയ്തു എന്നാണ് യുവതി പറയുന്നത്. എന്നാൽ പോലീസ് ഈ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നൊരു ചോദ്യത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങളിലേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ. വെള്ളിയാഴ്ചയോടെ ഇവരെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു.